അധ്യായം 113, 114. അൽ മുഅവ്വിദത്തൈനി അഥവാ അൽ ഫലഖ്, അന്നാസ്. നാമങ്ങൾ. ഖുർആനിലെ ഈ അന്തിമ സൂറകൾ രണ്ടും വേറെ വേറെ സൂറകൾ തന്നെയാണ്. മുസ്ഹഫിൽ വെവ്വേറെ പേരുകളിലാണവ രേഖപ്പെടുത്തുന്നതും. എങ്കിലും അവ തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. രണ്ടും പൊതുവായ ഒരു പേരിൽ വിളിക്കപ്പെടാൻ മാത്രം പരസ്പര ബന്ധമുള്ളതാണ് അതിലെ ഉള്ളടക്കങ്ങൾ. മുഅവ്വിദത്തൈനി അഥവാ അഭയാർത്ഥനാ സൂറകൾ എന്ന് ഇവയ്ക്കൊരു പൊതുനാമവുമുണ്ട്. ഇമാം ബൈഹഖി ദലായിലുൻ നുബുവത്തിൽ എഴുതുന്നു, ഇവയുടെ അവതരണവും ഒരുമിച്ചു തന്നെയായിരുന്നു. അക്കാരണത്താൽ രണ്ടിന്റെയും പൊതുനാമം മുഅവ്വിദത്തൈൻ എന്നാകുന്നു. രണ്ടു സൂറകളുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഒന്നു തന്നെയായതുകൊണ്ട് നാം രണ്ടിനും കൂടി ഒരു ആമുഖം എഴുതിയിരിക്കുകയാണ്. അനന്തരം അവയുടെ തർജ്ജമയും തഫ്സീറും വെവ്വേറെ തന്നെ എഴുതിയിരിക്കുന്നു. അവതരണകാലം. ഈ സൂറകൾ മക്കയിൽ അവതരിച്ചതാണെന്ന് ഹസൻ ബസ്രിയും ജാബിർ ബിൻ സെയ്ദും ഇക്രിമയും അത്വാഉം പ്രസ്താവിച്ചിരിക്കുന്നു. അബ്ദുല്ലാഹിബിന് അബ്ബാസിൽ നിന്ന് ഇങ്ങനെയൊരു നിവേദനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്നുള്ള മറ്റൊരു നിവേദനം ഇവ മദനിയാണെന്നത്രേ. ഇതേ അഭിപ്രായമാണ് അബ്ദുല്ലാഹിബിന് സുബൈറിനും ഖത്താദയ്ക്കുമുള്ളത്. ഈ രണ്ടാമത്തെ അഭിപ്രായത്തിന് ആധാരമായ നിവേദനങ്ങളിലൊന്ന് മുസ്ലിമും തിർമിദിയും നസായിയും മുസ്നദ് അഹ്മദും ഉഖ്ബത്തുബ്നു ആമിറിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഈ നിവേദനമാകുന്നു. ഒരു ദിവസം റസൂൽ തിരുമേനി എന്നോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, ഇന്ന് രാത്രി എനിക്ക് ചില സൂക്തങ്ങൾ അവതരിച്ചിരിക്കുന്നു. നിസ്തുല സൂക്തങ്ങൾ. അഊദു ബി റബ്ബിന്നാസും അഊദു ബി റബ്ബിൽ ഫലക്കുമാണവ. ഉഖ്ബത്തുബ്നു ആമിർ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് വിശ്വാസം കൈക്കൊണ്ട സ്വഹാബിയാണ് എന്നതുകൊണ്ടാകുന്നു ഈ ഹദീസ് പ്രകൃത സൂറകൾ മദീനയിൽ അവതരിച്ചതാണെന്നതിനുള്ള തെളിവായിത്തീരുന്നത്. മക്കയിലെ ആദ്യകാലത്ത് പ്രവാചകനോടുള്ള എതിർപ്പ് ശക്തിപ്പെട്ട കാലത്ത് അവതരിച്ചതാണ് ഈ സൂറകളെന്ന് അവയുടെ ഉള്ളടക്കം സ്പഷ്ടമാക്കുന്നുണ്ട്. പിൽക്കാലത്ത് മദീനയിൽ കപടവിശ്വാസികളുടെയും ജൂതന്മാരുടെയും മുശ്രിക്കുകളുടെയും ഒക്കെ എതിർപ്പിന്റെ പ്രളയമുണ്ടായപ്പോൾ നേരത്തെ ഉദ്ധരിച്ച ഉഖ്ബത്തുബ്നു ആമിറിന്റെ നിവേദനത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും ഈ സൂറ പാരായണം ചെയ്യാൻ അള്ളാഹു നബി തിരുമേനിയോട് ഉപദേശിക്കുകയായിരുന്നു. പിന്നീട് ജൂതന്മാർ തിരുമേനിക്കെതിരെ ആഭിചാര പ്രയോഗം നടത്തി. ആ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ ആജ്ഞാനുസാരം ജിബ്രീൽ ആഗതനായി ഇതേ സൂറകൾ പാരായണം ചെയ്യാൻ നബി തിരുമേനിയോട് നിർദ്ദേശിച്ചു. അതുകൊണ്ട് ഈ സൂറകൾ മക്കയിൽ അവതരിച്ചതാണെന്ന് പറഞ്ഞ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വീക്ഷണമാണ് നമ്മുടെ ദൃഷ്ടിയിൽ കൂടുതൽ പരിഗണനീയം. ഉള്ളടക്കം. മക്കയിൽ ഈ സൂറകൾ അവതീർണമായ സാഹചര്യം ഇതായിരുന്നു. ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതോടെ തന്നെ പ്രവാചകന്റെ അവസ്ഥ കടന്നൽ കൂട്ടിൽ കൈയിട്ടതുപോലെയായിത്തീർന്നു. പ്രവാചക സന്ദേശം പ്രചരിക്കും തോറും ഖുറൈശികളുടെ എതിർപ്പിന് ആക്കം കൂടിക്കൊണ്ടിരുന്നു. തിരുമേനിയോട് എങ്ങനെയെങ്കിലും വിലപേശിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വല്ല കെണിയിലും കുടുക്കിയിട്ടോ ഈ ദൌത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന പ്രതീക്ഷ പുലർത്തിയിരുന്ന കാലത്ത് ശത്രുതയുടെ രൂക്ഷതയ്ക്ക് അല്പം കുറവുണ്ടായിരുന്നു. പക്ഷേ ദീനിന്റെ കാര്യത്തിൽ തന്നെ ഏതെങ്കിലും സന്ധിക്ക് സന്നദ്ധനാകാനുള്ള ശ്രമത്തിൽ പ്രവാചകൻ അവരെ തീരെ നിരാശപ്പെടുത്തുകയും സൂറ അൽ കാഫിറൂൻ അവതരിക്കുകയും ചെയ്തപ്പോൾ ബഹുദൈവ വിശ്വാസികളുടെ ശത്രുത രൂക്ഷമായി. ഇസ്ലാം സ്വീകരിച്ച അംഗങ്ങളുള്ള കുടുംബങ്ങളുടെ മനസ്സിൽ വിശേഷിച്ചും തിരുമേനിയോടുള്ള വിരോധം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വീടുകൾ തോറും തിരുമേനി ശപിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ വകവരുത്താനുള്ള ഗൂഢാലോചനകൾക്കും കുറവുണ്ടായിരുന്നില്ല. ഒരു രാത്രിയിൽ ആരെങ്കിലും അദ്ദേഹത്തെ വധിക്കണം. ആരാണ് ഘാതകനെന്ന് ഹാഷിം കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിയരുത്. അപ്പോൾ പിന്നെ അവർക്ക് പ്രതികാരം ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതായിരുന്നു പരിപാടി. പലരുടെയും മനസ്സുകളിൽ കടുത്ത അസൂയ നിറഞ്ഞു. താനോ തന്റെ ഗോത്രക്കാരനോ അല്ലാതെ മറ്റൊരാളും ശോഭിക്കുന്നത് കണ്ടുകൂടാത്തവരായിരുന്നു അവർ. ഈ സാഹചര്യത്തിൽ നബി തിരുമേനിയോട് പറയുകയാണ്, അവരോട് പറഞ്ഞേക്കുക, സകല സൃഷ്ടികളുടെയും ദ്രോഹങ്ങളിൽ നിന്നും രാത്രിയുടെയും ആഭിചാരകന്മാരുടെയും ആഭിചാര കർമ്മങ്ങളുടെയും ദ്രോഹത്തിൽ നിന്നും അസൂയാലുക്കളുടെ ദ്രോഹത്തിൽ നിന്നും ഞാൻ പ്രഭാതോദയത്തിന്റെ നാഥനിൽ ശരണം തേടുന്നു. അവരോട് പറയുക, മനുഷ്യരുടെ നാഥനിൽ, മനുഷ്യരുടെ രാജാവിൽ, മനുഷ്യരുടെ ആരാധ്യനിൽ ഞാൻ ശരണം തേടുന്നു. മനുഷ്യ മനസ്സുകളിൽ നിരന്തരം ദുഷ്ചിന്തകൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ജിന്നുകളുടെയും പൈശാചിക മനുഷ്യരുടെയും ദ്രോഹങ്ങളിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. ഫിർഔന്റെ രാജധാനിയിൽ മൂസാ നബി നടത്തിയതുപോലുള്ള ഒരു പ്രാർത്ഥനയാണിത്. ഫിർഔൻ മൂസാ നബിയെ വധിക്കാനുള്ളതിന്റെ ഉദ്ദേശ്യം വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, അന്ത്യനാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും ഞാൻ എന്റെയും നിങ്ങളുടെയും നാഥനിൽ ശരണം തേടിയിരിക്കുന്നു. സൂറ അൽ മുഅ്മിൻ 27-ാം സൂക്തം.
നിങ്ങൾ എന്നെ എറിഞ്ഞുകൊല്ലുന്നതിൽ നിന്ന് ഞാൻ എന്റെയും നിങ്ങളുടെയും നാഥനിൽ അഭയം തേടിയിരിക്കുന്നു. സൂറ അദ്ദുഖാൻ 20. രണ്ട് സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ ഈ മഹാപ്രവാചകന്മാർ നിരായുധരും നിരാലംബരുമായി നേരിട്ടത് ആയുധങ്ങളും സാധന സാമഗ്രികളും ശക്തിയും ശൗര്യവുമുള്ളവരെയായിരുന്നു. രണ്ട് സന്ദർഭങ്ങളിലും അവർ തങ്ങളുടെ ബലിഷ്ഠരായ പ്രതിയോഗികൾക്കെതിരെ സ്വന്തം സത്യസന്ദേശത്തിൽ അടിയുറച്ചു നിന്നു. അപ്പോൾ അവരെ നേരിടാൻ പര്യാപ്തമായ ഒരു ഭൗതിക ശക്തിയും ആ പ്രവാചകന്മാരുടെ കൈവശമുണ്ടായിരുന്നില്ല. രണ്ട് സന്ദർഭങ്ങളിലും പ്രതിയോഗികളുടെ ഭീഷണികളെയും ആപൽക്കരമായ പദ്ധതികളെയും വിദ്വേഷാധിഷ്ഠിതമായ കുതന്ത്രങ്ങളെയും അവർ അവഗണിച്ചത് നിങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രപഞ്ചനാഥനിൽ ശരണം തേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ റബ്ബിന്റെ ശക്തിക്കെതിരെ ഭൗതിക ശക്തികളെല്ലാം ചേർന്നാലും ഒന്നുമാവില്ലെന്നും അവന്റെ അഭയം ലഭിച്ചവരെ ആർക്കും ഒരു ചുക്കും ചെയ്യാനാവില്ലെന്നും ഉറച്ച ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ നിശ്ചയദാർഢ്യവും ചുവടുറപ്പും പ്രകടിപ്പിക്കാൻ കഴിയൂ എന്നത് വ്യക്തമാണല്ലോ. അവർക്കു മാത്രമേ ഇങ്ങനെ ഉദ്ഘോഷിക്കാനും കഴിയൂ: സത്യവചനം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറാൻ പോകുന്നില്ല. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക, ഞാനത് സാരമാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്റെയും നിങ്ങളുടെയും സർവ്വലോകങ്ങളുടെയും നാഥനിൽ അഭയം തേടിയിരിക്കുന്നു. ഫാത്തിഹയും മുഅവ്വിദത്തൈനിയും തമ്മിലുള്ള ബന്ധം. മുഅവ്വിദത്തൈനിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ മറ്റൊരു സംഗതി ഖുർആനിന്റെ പ്രാരംഭവും പരിസമാപ്തിയും തമ്മിലുള്ള യോജിപ്പാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണക്രമം അനുസരിച്ചല്ല ക്രോഡീകരിച്ചിരിക്കുന്നത്. 23 വർഷക്കാലത്തിനിടയ്ക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളും സംഭവങ്ങളും ആവശ്യങ്ങളും പരിഗണിച്ച് അവതരിച്ചുകൊണ്ടിരുന്ന സൂക്തങ്ങളെയും സൂറകളെയും നബി തിരുമേനി സ്വന്തം നിലയ്ക്ക് ഇന്ന് കാണപ്പെടുന്ന രൂപത്തിൽ ക്രോഡീകരിക്കുകയായിരുന്നില്ല. നാം ഇന്ന് കാണുന്ന രൂപത്തിൽ നബി തിരുമേനി ഖുർആൻ ക്രോഡീകരിച്ചത് അല്ലാഹു കൽപ്പിച്ചതനുസരിച്ചാണ്. ഈ ക്രമപ്രകാരം ഖുർആനിലെ തുടക്കം ഫാത്തിഹ സൂറയും ഒടുക്കം മുഅവ്വിദത്തൈനി സൂറകളുമാകുന്നു. ഈ രണ്ടറ്റങ്ങളെയും ഒന്ന് നിരീക്ഷിച്ചു നോക്കുക. തുടക്കത്തിൽ സർവ്വലോകനാഥനും ദയാപരനും കരുണാവാരിധിയും വിധിദിനത്തിനധിപനുമായ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അടിമ ബോധിപ്പിക്കുന്നു: നിനക്ക് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ, എനിക്കേറ്റവും ആവശ്യമായിട്ടുള്ള സഹായം എനിക്ക് സന്മാർഗം കാണിച്ചു തരിക എന്നതാകുന്നു. അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രതികരണമായി നേർവഴി കാണിച്ചു കൊടുക്കാൻ അവന് ഖുർആൻ മുഴുവൻ നൽകിയിരിക്കുന്നു. അത് സമാപിക്കുന്നതിങ്ങനെയാണ്: പ്രഭാതോദയത്തിന്റെ നാഥനും മനുഷ്യരുടെ നാഥനും മനുഷ്യരുടെ രാജാവും മനുഷ്യരുടെ ആരാധ്യനുമായ അല്ലാഹുവിനോട് അവന്റെ ദാസൻ ബോധിപ്പിക്കുന്നു: ഞാൻ എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും നിന്നോട് സുരക്ഷിതത്വം തേടുന്നു. പ്രത്യേകിച്ച് പൈശാചിക ജിന്നുകളും പൈശാചിക മനുഷ്യരുമുണ്ടാക്കുന്ന സന്ദേഹങ്ങളിൽ നിന്ന് നിന്നോട് ശരണം തേടുന്നു. എന്തുകൊണ്ടെന്നാൽ സന്മാർഗം പിന്തുടരുന്നതിന് ഏറ്റവും അധികം തടസ്സമുണ്ടാക്കുന്നത് അവരാകുന്നു. ആ തുടക്കവും ഈ ഒടുക്കവും തമ്മിലുള്ള യോജിപ്പ് മനക്കണ്ണുള്ള ആർക്കും അദൃശ്യമായിരിക്കുകയില്ല.